നമ്മുടെ ആദർശത്തെ നെഞ്ചിലേറ്റാനും തന്റെ ജീവിതത്തിലെ മണിക്കൂറുകൾ അത് നാട്ടുകാർക്ക് വേണ്ടി കൊടുക്കും എന്ന് പ്രതിജ്ഞയെടുക്കാനും സാധിക്കുന്ന ഏതൊരു വ്യക്തിക്കും ജനങ്ങൾ അംഗീകാരം നൽകും എന്നതിന്റെ ഒരു സൂചകമായിട്ടാണ് ഇപ്പോ വലിയൊരു പൊൻ കിരീടം തന്നെയാണിത്. നിസ്സാരമായിട്ടുള്ള ഒരു വിജയമല്ല. ഈ ഇടതുപക്ഷത്തിന്റെ കോട്ടയിൽ ഇത്രയധികം ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് നിങ്ങളുടെ സഹോദരനോ അല്ലെങ്കിൽ മകന്റെയോ സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് നിങ്ങൾ എല്ലാവരും ചേർന്ന് അരവിന്ദനെ വിജയിപ്പിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. അതിന് നമുക്ക് രണ്ട് ഘടകങ്ങളുണ്ട്. ഒന്ന്, എത്രയോ വർഷക്കാലം ഈ വാർഡിനെ പ്രതിനിധീകരിച്ച ആളുകൾക്ക് അവർ പറഞ്ഞ വാക്കുകൾ പാലിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് അരവിന്ദന്റെ വിജയത്തിന്റെ ഒരു ഘടകമായിട്ട് നമുക്ക് കണക്കാക്കാം. മറ്റൊന്ന്, ഏതൊരാൾ എന്ത് കാര്യത്തിനു വേണ്ടി വിളിച്ചാലും അവരിൽ ഒരാളായി മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കും എന്നുള്ള അരവിന്ദൻ പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസം, അത് നിങ്ങളുടെ വോട്ടായിട്ട് ജനാധിപത്യ പ്രക്രിയയിലൂടെ നിങ്ങൾ അരവിന്ദനെ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോ ഞാൻ പറയുന്ന ഓരോ വാചകത്തിലെയും അരവിന്ദൻ അരവിന്ദൻ എന്ന് പറയുന്ന ഈ പേരുണ്ടല്ലോ, ഇത് കടമയാണ്. എന്താണ് കടമ? വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഈ വ്യക്തിയുടെ ജോലി ഭാരം അത് വർദ്ധിക്കുകയാണ്. പഞ്ചായത്തിനകത്ത് ചെന്ന് ഈ വാർഡിലെ ജനങ്ങളുടെ മുഴുവൻ ആവശ്യങ്ങളും ഏറ്റെടുത്തുകൊണ്ട് പഞ്ചായത്തിന്റെ അധികൃതരുമായി സംസാരിച്ചുകൊണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി വിജയിക്കുന്നത് വരെ മാത്രമേ ബിജെപിക്കാരനുള്ളൂ. ഇപ്പോ അരവിന്ദൻ ബിജെപിയുടെ ഒരു നേതാവാണെങ്കിൽ കൂടി ആരാണ്? ഇവിടെ ഉള്ള മുഴുവൻ വ്യക്തികളുടെയും, ഈ വാർഡിലെ മുഴുവൻ വ്യക്തികളുടെയും പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ജോലിക്കാരനെ പോലെ പ്രവർത്തിക്കാൻ സന്നദ്ധനാകേണ്ട ഒരാളാണ് ഇപ്പോ നിങ്ങളുടെ ഇടയിലിരിക്കുന്ന നിങ്ങളുടെ ഈ ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പർ. എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. കാരണം പൊതുപ്രവർത്തന മേഖലയിൽ ശ്രീമാൻ ഷിബുവിനെയും അതുപോലെ തന്നെ നമ്മുടെ അരവിന്ദനെയും ഒക്കെ സംസ്ഥാന ഘടകവുമായി ചേർത്ത് വെച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ, ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഈ ചുമതലയൊന്നും വേണ്ട എന്ന് പറയുന്ന സമയത്ത് ചുമതല നിർബന്ധമായി ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ് ആ ചുമതല ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ഞാൻ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷനോടും 2 തവണ ഇവരെ കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ആ ചുമതല ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ്? സമൂഹത്തിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ അവർക്ക് 2 പേർക്കും വേണ്ടിയിട്ടല്ല. ശ്രീമാൻ ഷിബുവിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഷിബു ഒരു ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ തന്റെ ജീവിതം തന്നെ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് എന്നും ശ്രീമാൻ ഷിബുവിനോട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ, ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം കടപ്പെട്ടിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഈ വേദിയിൽ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമുക്കറിയാം, നിരവധിയായിട്ടുള്ള പഞ്ചായത്തുകളിൽ നാളെ ഒരു ചേർത്തലയിൽ ഒരു പരിപാടിയുണ്ട്. മറ്റന്നാൾ ആലപ്പുഴയിൽ തന്നെ പള്ളിപ്പുറത്ത് അരൂർ നിയോജകമണ്ഡലത്തിൽ, ഗൗരിയമ്മയുടെ നാടാണ് അരൂർ നിയോജകമണ്ഡലത്തിലെ പള്ളിപ്പുറം പഞ്ചായത്ത് നമ്മൾ ഭരണം പിടിച്ചിരിക്കുകയാണ്. അതായത് വലിയ ഒരു മൂവ്മെന്റ് നമ്മൾ അവിടെ നടത്തുകയും നമുക്ക് നമ്മുടെ തന്നെ ഒരു പഞ്ചായത്ത് ഭരണസമിതി അധികാരം ഏറ്റെടുക്കുകയാണ്. ആ സത്യപ്രതിജ്ഞ നടത്താൻ വേണ്ടി പോകുന്നവരുടെ മുൻപിൽ അവരുടെ സഹോദരിയായിട്ട് എനിക്ക് നടക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ നാളെയും മറ്റന്നാളും ഒക്കെ ആലപ്പുഴ ജില്ലയിലാണ് ഉള്ളത്. അപ്പൊ എനിക്ക് ഇവിടുത്തെ അമ്മമാരോടൊക്കെ പറയാനുള്ളത്, നമ്മള് ഒരു വലിയ പ്രദേശത്തിന്റെ, ഒരു വലിയ പഞ്ചായത്തിന്റെ ഒരു ജനപ്രതിനിധിയാണ് നമുക്ക് ഇവിടെ ലഭ്യമാക്കി തന്നിട്ടുള്ളത് ജനങ്ങൾ. അപ്പോ ആ വ്യക്തിക്ക് നടന്ന് നീങ്ങി നിങ്ങളുടെ ആവശ്യങ്ങൾ അത് ഉന്നയിക്കാൻ, നല്ല ജനസഭ വിളിച്ചു ചേർക്കാൻ, ഇവിടുത്തെ ചെറുപ്പക്കാരുടെ സ്വപ്നം, അവരുടെ ആഗ്രഹം എന്താണ് എന്ന് പരിശോധിക്കാൻ, അത് പരിശോധിച്ചുകൊണ്ട് അത് എങ്ങനെ നമുക്ക് നടപ്പിലാക്കി കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് വ്യക്തമായി ബോധ്യപ്പെടുത്താൻ നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിട്ടുള്ളത് 41 ദിവസത്തിനകം 10-40 ദിവസം കഴിയുമ്പോൾ എന്താണ് നമ്മൾ ഈ വാർഡിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു രൂപരേഖ അത് നമ്മൾ പ്രാവർത്തികമാക്കി തയ്യാറെടുപ്പ് നടത്തും. അത് പഞ്ചായത്ത് പ്രസിഡന്റിന് വരെ കാണാനും കേൾക്കാനും സാധിക്കുന്ന രീതിയിൽ ഇവിടുത്തെ വികസന പ്രവർത്തനങ്ങളുടെ ഒരു മാൻഡേറ്റ് ഉണ്ടാക്കും. അത് ജനങ്ങളുമായിട്ട് നമ്മൾ സംസാരിക്കും. അതിന് ഒരു മുഴുവൻ സമയ പ്രവർത്തകനെ പോലെ അരവിന്ദൻ ഉണ്ടാവും. ഒപ്പം ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകത്തിന്റെ പല ആളുകളുടെയും സഹായം ഉണ്ടാവും. ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയുകയാണ്, എന്റെയും സഹായ സഹകരണങ്ങൾ ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടാകും എന്ന് വാക്ക് തരാൻ വേണ്ടി കൂടിയിട്ടാണ് ഞാനിവിടെ എത്തിയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ നാടിനെ മാറ്റിമറിക്കേണ്ടതുണ്ട്. ഈ പ്രവർത്തനത്തിലൂടെ ആയിരിക്കും വരാൻ പോകുന്ന നാളുകളിൽ ഈ വലിയ പഞ്ചായത്തിന്റെ പ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങി ജയിച്ച ആൾക്കാണ് ഏറ്റവും വലിയ ഡ്യൂട്ടി, അല്ലെ?
ഇപ്പോ ആലപ്പുഴയിൽ ഞാൻ പരാജയപ്പെട്ട ആളാണ്. പക്ഷെ ആലപ്പുഴയിൽ ഞാൻ പരാജയപ്പെട്ടിട്ടും ഓരോ സ്ഥലങ്ങളിലും ചെല്ലുന്ന സമയത്ത് അവിടുത്തെ അമ്മമാർ വന്ന് കൈപിടിച്ച് അവർ പറയുന്നത് ജയിച്ചിരുന്നുവെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്നാണ്. അപ്പൊ ഞാൻ അവരോട് പറയും, മെല്ലെ ചെവിയിൽ പറയും, ഇപ്പൊ പരസ്യമായിട്ട് പറയാണ്, ഞാൻ അവരോട് പറയും നമ്മൾ തോറ്റുപോയല്ലോ. അപ്പൊ അവര് പറയും നമ്മള് തോറ്റുപോയാലും ഞങ്ങൾക്ക് ഇഷ്ടമാണ്, ഞങ്ങൾക്ക് താല്പര്യമാണ്. അതുകൊണ്ട് അതൊരു കടമയായിട്ട് ഏറ്റെടുത്തുകൊണ്ട് ഞാൻ അവിടെയും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഞാൻ പറയാറ്, ശ്രീമാൻ നരേന്ദ്രമോദി ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത്, നമ്മളെയൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് എന്താണ്? ഒരു സേവകനെ പോലെ, ഒരു ജോലിക്കാരനെ പോലെ, അത് MLA ആവട്ടെ, MP ആകട്ടെ, മന്ത്രി ആവട്ടെ, മുഖ്യമന്ത്രി ആവട്ടെ, പ്രധാനമന്ത്രി ആവട്ടെ, സേവകനെ പോലെ കൂടുതൽ ലളിതമായി മനുഷ്യരുമായിട്ട് ഇഴചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. 300 പദ്ധതികൾ, 300-ലധികം വരുന്ന പദ്ധതികൾ നമ്മുടെ നരേന്ദ്രമോദിജി പ്രാവർത്തികമാക്കിയിട്ടും അത് നമ്മുടെ നാട്ടിലേക്ക് കിട്ടുന്നില്ല. ഇപ്പൊ ഇവിടെ ഇരിക്കുന്നവരിൽ 70 വയസ്സ് കഴിഞ്ഞ ആളുകളുണ്ട്. 70 വയസ്സ് കഴിഞ്ഞ ആളുകളെ ചികിത്സിക്കാൻ മക്കള് 1 രൂപ പോലും ചെലവഴിക്കണ്ട എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അദ്ദേഹം പറഞ്ഞു ആയുഷ്മാൻ ഭാരത് പദ്ധതി പ്രഖ്യാപിച്ചു. ആ പദ്ധതിയുടെ ഒരു കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതു രോഗത്തിന് ചികിത്സിക്കാനും ആരാണ് പണം തരിക? ആ കാർഡ് മാത്രം മതി. എന്നാൽ ആ പദ്ധതിയെ വയാവന്ദന എന്ന് പേരിട്ട് വിളിച്ചുകൊണ്ട് കേരളത്തിൽ നടപ്പിലാക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിന്റെ ഭരണകൂടം ഇരിക്കുന്നത്. കൊടുക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടല്ല. അതുപോലെ തന്നെയാണ് മോദിജി പറഞ്ഞത്, വീടില്ലാത്തവർക്ക് വേണ്ടി സർക്കാർ ഭൂമി ഏറ്റെടുക്കണം. സർക്കാർ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് ആ ഭൂമിയിൽ വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാനുള്ള പദ്ധതി അത് പ്രാവർത്തികമാക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ട്. എന്നാൽ അതൊന്നും തന്നെ ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് തീരുമാനമെടുത്തുകൊണ്ട് പാവപ്പെട്ടവർ കൂടുതൽ പാവപ്പെട്ടവരായി മാറ്റുക, അവരങ്ങനെ തന്നെ നിലനിൽക്കണം എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ താല്പര്യം. അതുകൊണ്ടാണ് ഈ നാട് വികസിക്കാതിരുന്നത്. കാരണം അവരാഗ്രഹിക്കുന്നത് നാട് നന്നായാൽ, ചെറുപ്പക്കാരൊക്കെ നന്നായാൽ, അവരുടെ ക്യാരക്ടർ, അവരുടെ വ്യക്തിത്വം, അവരുടെ ആത്മാഭിമാനം, അവരുടെ ബോധം, ഇതെല്ലാം തന്നെ അവരുടെ സ്വത്വത്തെ നിലനിർത്തിക്കൊണ്ട് അവർ പ്രവർത്തിക്കാനും മുന്നോട്ട് പോകാനും തയ്യാറായാൽ അവർ പല പത്രങ്ങളും വായിക്കും, പല മാധ്യമങ്ങളും അവർ കാണും, നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അവർ മനസ്സിലാക്കും. എന്താണ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ ആ കുട്ടികൾ മനസ്സിലാക്കും. എന്താണ് സ്റ്റാൻഡപ്പ് ഇന്ത്യ അവർ മനസ്സിലാക്കും. എന്താണ് മേക്ക് ഇൻ ഇന്ത്യ അവർ മനസ്സിലാക്കും. ഈ പാലക്കാട് അങ്ങോട്ട് കടന്നാൽ സ്റ്റാലിൻ, തമിഴ്നാടിന്റെ മുഖ്യമന്ത്രി സ്റ്റാലിന്റെ നാട്ടിൽ ധാരാളം വ്യവസായങ്ങളുണ്ട്. ആ വ്യവസായ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ വേണ്ടി കേരളത്തിൽ നിന്ന് കുട്ടികൾ പോകുന്നുണ്ട്. ഇവിടെ മിടുമിടുക്കന്മാരായിട്ടുള്ള കുട്ടികളെ പഠിച്ച ഒരു നേഴ്സ് ആവണമെങ്കിൽ പോലും കേരളത്തിൽ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളില്ല. തമിഴ്നാട്ടിലുണ്ട്. തൊട്ടപ്പുറത്ത് പോയാല് വയനാട് കഴിഞ്ഞാൽ മംഗലാപുരത്തുണ്ട്, കോയമ്പത്തൂരുണ്ട്, തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലുണ്ട്, എല്ലാ പ്രദേശങ്ങളിലുമുണ്ട്. അപ്പൊ തമിഴ്നാടിന് ഇത് ചെയ്യാമെങ്കിൽ, കർണാടകയ്ക്ക് ഇത് ചെയ്യാമെങ്കിൽ, നല്ല വിദ്യാഭ്യാസമുള്ള നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടാണ് ഈ സാഹചര്യം ഇല്ലാത്തതിന്റെ കാരണം അവര് പുറത്തു പോയി പഠിക്കട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ഗവൺമെന്റ് തീരുമാനിക്കുന്നത്. എന്താ കാരണം? പുറത്തു പോകുമ്പോ അവർക്ക് സീറ്റ് വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കുന്ന ആളുകളുമായിട്ട് ടൈപ്പ് വെക്കാം. ഒരു കുട്ടിയുടെ തലയെണ്ണിക്കൊണ്ട് 5 ലക്ഷം രൂപയും 10 ലക്ഷം രൂപയും വാങ്ങിയിട്ട് അവരെ അവിടെ ജോയിൻ ചെയ്യിക്കുമ്പോ ഒരു വലിയ ബിനാമി, അതിന്റെ പിറകിൽ ഒരു വലിയ മാഫിയ പ്രവർത്തിക്കുകയാണ്. ആ കുട്ടികളെ എങ്ങനെ ചേർക്കണം, ഏത് കോളേജിൽ ചേർക്കണം, ഇതെല്ലാം തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തന കേന്ദ്രം അത് കേരളത്തിലുണ്ട്. നമുക്ക് 1100 കോടി രൂപയുടെ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി തമിഴ്നാട്ടിൽ പോകും, ആന്ധ്രയിൽ പോകും, തെലങ്കാനയിൽ പോകും, കർണാടകയിൽ പോകും. കേരളത്തില് പണ്ട് കാലത്ത് ആലപ്പുഴയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു മരുന്ന് പ്രൊഡ്യൂസിംഗ് കമ്പനി ഒഴിച്ച് ഒരു കമ്പനിയും കേരളത്തിലില്ല. എന്താ ഇല്ലാത്തത്? ഇവിടെ ശാസ്ത്രജ്ഞന്മാരുണ്ട്, ഇവിടെ ഡോക്ടർമാരുണ്ട്, ഇവിടെ എഞ്ചിനീയർമാരുണ്ട്, ഇവിടെ ടെക്നോളജിസ്റ്റുകളുണ്ട്, ഇവിടെ നല്ല അറിവും പ്രാപ്തിയുമുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ ജോലിക്ക് വേണ്ടിയിട്ട് വേറെ സംസ്ഥാനങ്ങളിൽ പോകുന്നു, വേറെ രാജ്യങ്ങളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അവർ ദുബായിലേക്ക് പോകുന്നു. അവര് ഏത് പ്രദേശത്ത് പോയാലും കേരളം നന്നാക്കില്ല ഞങ്ങൾ എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ഈ കേരളത്തെ ഇങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണിത്? എന്നാൽ രാഷ്ട്രീയക്കാർക്ക് നല്ല ഫോണുണ്ട്, രാഷ്ട്രീയക്കാരന് നല്ല TV ഉണ്ട്, രാഷ്ട്രീയക്കാരന് കറങ്ങുന്ന കസേരയുണ്ട്, രാഷ്ട്രീയക്കാർ ഇരിക്കുന്ന ഓഫീസിൽ ശീതീകരണയുണ്ട്, AC ഉണ്ട്, അവരുടെ മക്കൾക്ക് പഠിക്കാൻ നല്ല കോളേജുകളുണ്ട്. മന്ത്രിയായാൽ മുഖ്യമന്ത്രിയായാൽ പറയുകയും വേണ്ട, അവർക്കൊരു പനി വന്നാൽ അമേരിക്കയിൽ പോകാം. ഇവിടുത്തെ പാവപ്പെട്ടവർക്ക് മെഡിക്കൽ കോളേജിൽ പോയാൽ അവിടെ സ്വകാര്യ ആശുപത്രിയിൽ കിട്ടുന്ന ചികിത്സ എന്തുകൊണ്ടാണ് ഇവിടുത്തെ സാധാരണക്കാരന് ആശുപത്രികളിൽ കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികളെ മെഡിക്കൽ കോളേജിൽ ഡോക്ടർമാരായിട്ട്
അവർക്ക് പോസ്റ്റിംഗ് കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ് ഒരു ഡോക്ടർക്ക് ഇത്ര നേഴ്സ് വേണം എന്നുള്ള അനുപാതം ഉണ്ടായിട്ടും ഒരു ഡോക്ടർക്ക് ആവശ്യമായിട്ടുള്ള നേഴ്സുമാരെ എന്തുകൊണ്ടാണ് കേരളത്തിലെ ആശുപത്രികളിൽ നിയോഗിക്കാത്തത്? നിങ്ങൾ ആരെങ്കിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ടോ? തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ആരെങ്കിലും സർക്കാർ ആശുപത്രികളിൽ കേരളത്തിൽ പോകുന്നുണ്ടെങ്കിൽ, അവിടെയൊക്കെ കിടക്കാൻ കട്ടിലില്ല. ആളുകൾ ചെന്ന് കഴിഞ്ഞാൽ MRI സ്കാൻ ചെയ്യാൻ മെഷീനില്ല. രാത്രിയായി കഴിഞ്ഞാൽ 3 മണിക്ക് കൊണ്ടുപോയിട്ട് റിസൾട്ട് കൊടുക്കണം, ലാബിൽ നിന്നുള്ള റിസൾട്ട്. അർദ്ധരാത്രി 12 മണിയാകുമ്പോ ഡ്യൂട്ടി മാറി വരുന്ന ഡോക്ടർ സമയത്തിന് ലബോറട്ടറിയിലേക്ക് എഴുതി കൊടുക്കാതെ എപ്പോഴാണോ ആളുകൾക്ക് ബുദ്ധിമുട്ട് ആ സമയത്ത് നിങ്ങൾ ബ്ലഡ് പരിശോധിച്ച് വരാൻ പറഞ്ഞാൽ പുലർച്ചെ 2 കിലോമീറ്റർ പോയി ബ്ലഡ് പരിശോധിച്ച് റിസൾട്ട് കൊണ്ടുവന്ന് കൊടുക്കണം തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ. എന്താ സാഹചര്യം അങ്ങനെ ഉണ്ടാക്കാൻ കാരണം മെഡിക്കൽ കോളേജിൽ ഓപ്പറേഷൻ ചെയ്യുന്ന, മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്ക് പല ആളുകൾക്കും അവർക്ക് കൂടുതൽ സർജറികൾ ചെയ്യണമെന്നുള്ള താല്പര്യം അവർക്കില്ല. സർജറി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതിനാവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങളില്ല. സജ്ജീകരണമില്ല എന്ന് പറഞ്ഞ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ വെല്ലുവിളിക്കുകയും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്ത ഒരു ഗവൺമെന്റാണ്. ഈ ഗവൺമെന്റ് ഇങ്ങനെ ചെയ്യുമ്പോ കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് എണീറ്റ് നിന്നുകൊണ്ട് ഈ ഭരണകൂടത്തിന്റെ പോക്ക് ശരിയല്ല എന്ന് പറയാൻ പ്രതിപക്ഷ നേതൃത്വം എണീറ്റ് നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു സാധാരണക്കാരന്റെ കാര്യം ഉന്നയിക്കാനോ അത് നേടിയെടുക്കാനോ വിജയിപ്പിക്കാനോ അവരെന്താ തയ്യാറാകാത്തത്? കാരണം മാർക്സിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും ഒന്നാണ്. അവര് എവിടെ BJP വിജയിക്കുന്നുണ്ടോ ആ സ്ഥലത്തെല്ലാം അവര് ഒന്നാകാൻ പരിശ്രമിക്കും. അങ്ങനെയല്ലേ എന്നെയൊക്കെ പരാജയപ്പെടുത്തിയത്? പാലക്കാട് 12 കൊല്ലം പാർലമെന്റിലേക്ക് പോയ NN കൃഷ്ണദാസേട്ടൻ 3ാം സ്ഥാനത്തേക്ക് പോയി. ഞാൻ ജയിക്കാതിരിക്കാൻ വേണ്ടി ഷാഫി പറമ്പിലിന്, നിങ്ങളറിയില്ലേ ഷാഫിയെ? ഷാഫി പറമ്പിലിന് വോട്ട് മറച്ചു കൊടുത്തിട്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുന്നത്തെ തെരഞ്ഞെടുപ്പിൽ ഞാൻ 2ാം സ്ഥാനത്ത് വന്നു. ജയിച്ചില്ല. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒന്നായി. മഞ്ചേശ്വരത്ത് നമ്മുടെ മുൻ സംസ്ഥാന അധ്യക്ഷനെ ഇതുപോലെയാണ് പരാജയപ്പെടുത്തിയത്. ഇങ്ങനെ കേരളത്തിൽ 7 പേരെ കേരള നിയമസഭ കാണിക്കാതെ ഞങ്ങളെയൊക്കെ പുറത്തു നിർത്തി. എന്താ ഇപ്പൊ ഗുണമുണ്ടായത് കേരളത്തിലെ ജനങ്ങൾക്ക്? ജനങ്ങളല്ല തെറ്റ് ചെയ്തത്. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് BJP-ക്കാർ MLA-മാരാകാതിരിക്കാൻ വേണ്ടി സൂക്ഷിച്ചു. എന്ത് സംഭവിച്ചു? ഇപ്പോ സംഭവിച്ചത് പൂർണ്ണത്രയേശന്റെ സ്വർണം കൊണ്ടുപോയി, അയ്യപ്പന്റെ സ്വർണം കൊണ്ടുപോയി, ഗുരുവായൂരിലെ പലതും കാണുന്നില്ല. അങ്ങനെ ഒരാൾ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഒരാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. ഞാൻ പ്രസംഗിച്ച ഒരുപക്ഷെ നേരത്തെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു ചെറുപ്പക്കാരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് എഴുതി. എന്താണ്? ഒരു ദിവസം രാവിലെ നിർമാല്യത്തിന്റെ സമയത്ത് അല്ലെ കുളിക്കാൻ വേണ്ടി എണീക്കില്ലോ. അപ്പൊ കൃഷ്ണനെ എണീപ്പിച്ചു. ഗുരുവായൂരപ്പൻ എണീറ്റു. ഗുരുവായൂരപ്പൻ എണീറ്റ സമയത്ത് ഗുരുവായൂരപ്പനോട് കാടാമ്പുഴയിലെ ദേവി ചോദിച്ചു അത്രേ, കൃഷ്ണ ആഭരണങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ടോ എന്ന് കൃഷ്ണനോട് ചോദിച്ചു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു അറിയില്ല, കാരണം വിശേഷ ദിവസമാണല്ലോ എല്ലാം ചാർത്തി തരുന്നത്, പരിശോധിക്കണം എന്ന് പറഞ്ഞു. ഒരു ചെറുപ്പക്കാരൻ എഴുതിയിട്ടിരിക്കുകയാണ് ഫേസ്ബുക്കില്. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ദേവി ഏറ്റുമാനൂരപ്പന്റെ കാര്യം എന്തായി എന്നൊന്ന് അന്വേഷിക്കണം. അപ്പൊ ഏറ്റുമാനൂരപ്പനെ വിളിച്ചപ്പോ ഏറ്റുമാനൂരപ്പൻ പറഞ്ഞു എന്റെ പകുതിയും പോയി. കാരണം ഏറ്റുമാനൂരപ്പൻ അത് മനസ്സിലായി. അപ്പൊ ഏറ്റുമാനൂരപ്പൻ എന്ത് ചെയ്തു? ഉണ്ണി ഗണപതിയെ, കൊട്ടാരക്കര ഗണപതിയെ വിളിക്കാൻ തീരുമാനിച്ചു. അപ്പോ ഏറ്റുമാനൂരപ്പൻ പറഞ്ഞു അല്ല, അച്ഛനെ ആദ്യം വിളിക്കാം. ആരെ? വടക്കുന്നാഥനെ. അപ്പൊ വടക്കുന്നാഥനെ വിളിച്ചപ്പോ പറഞ്ഞു ശരി, എന്നാ ഉണ്ണി ഗണപതിയെ വിളിച്ചോളൂ, കാരണം എന്റെ കാര്യങ്ങൾ എനിക്കറിയില്ല. കാരണം എപ്പോഴും ഭഗവാൻ ഇരിക്കുന്നത് ആ മഞ്ഞുമലയിലാണ്, നെയ്മലയ്ക്കുള്ളിൽ ഇരിക്കുകയാണ് ഭഗവാൻ അല്ലെ. അപ്പോ അങ്ങനെ ഏറ്റുമാനൂരപ്പനെ വിളിച്ചു, പൂർണ്ണത്രയേശനെ വിളിച്ചു, കൊട്ടാരക്കര ഗണപതിയെ വിളിച്ചപ്പോ ഉണ്ണി ഗണപതി പറഞ്ഞു എന്നാ പിന്നെ അച്ഛാ നമുക്കൊരു കാര്യം ചെയ്താലോ, ഈ നമ്മുടെ എല്ലാവരുടെയും ആഭരണങ്ങളൊക്കെ കൊണ്ടുപോയി നമുക്ക് ഏതെങ്കിലും സഹകരണ സംഘത്തിൽ വെച്ചാലോ എന്ന് ഉണ്ണി ഗണപതി ചോദിച്ചു അത്രേ. അപ്പോ വടക്കുന്നാഥൻ പറഞ്ഞു മോനെ എന്നാ കാര്യം പോക്കാണ്. എന്താണ്? പാവപ്പെട്ടവൻ കൊണ്ടുപോയിട്ടത് മുഴുവൻ മുക്കിയ ഈ ഗവൺമെന്റ് നമ്മുടെ സ്വർണം വെറുതെ വിടുവോ എന്ന് ചോദിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. സത്യല്ലേ? കാരണം നമ്മുടെ ക്ഷേത്രങ്ങളിലെ അമ്പലത്തിലെ അയ്യപ്പന്റെ കട്ടിളപ്പാളി വരെ പൊളിച്ചെടുത്ത് അത് 500 കോടിക്ക് പുരാവസ്തുവായിട്ട് രാജ്യം കടന്നുപോയി എന്നാണ് പറയുന്നത്. ഇത് ചോദ്യം ചെയ്യാൻ ഞങ്ങൾ ഒരു 7 പേര് കേരള നിയമസഭയിൽ ഉണ്ടാകുമായിരുന്നു അല്ലെ? കഴിഞ്ഞ 10 കൊല്ലം മുമ്പ് ജയിപ്പിച്ചിരുന്നുവെങ്കിൽ, 2 കൂട്ടരും ഒന്നായി പരാജയപ്പെടുത്തിയില്ലായിരുന്നുവെങ്കിൽ ഒരാളും തന്റെ ഇടം കാണിക്കില്ലായിരുന്നു. ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ മന്ത്രിയും 1/2 ഡസൻ വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ ഞങ്ങൾ MLA-മാരായിരുന്നുവെങ്കിൽ ഞങ്ങളുടെ മുന്നിൽ എണീറ്റ് നിൽക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലായിരുന്നു. പക്ഷെ കേരളത്തിലെ ജനങ്ങൾക്ക് അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായില്ല. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഒരുമിച്ച് ചേർന്ന് അങ്ങനെ പരാജയപ്പെടുത്തി.
ഇവിടെയാണ് അരവിന്ദന്റെ വിജയത്തിന്റെ പ്രസക്തി. എന്താണ്? 100 വോട്ടിനല്ല നമ്മൾ പിടിച്ചത്, നമ്മൾ നാട്ടുകാരുടെ ഇടയിലേക്ക് മുഴുവൻ അങ്ങോട്ട് ഇറങ്ങി. അപ്പോ 350-ലധികം വോട്ടുകൾ കൊടുത്തപ്പോ എന്തായാലും ജനങ്ങൾ തീരുമാനിച്ചു അരവിന്ദനെ വിജയിപ്പിച്ചിട്ടേ നിർത്തൂ എന്നുള്ള തീരുമാനം നിങ്ങൾ അമ്മമാരും സഹോദരന്മാരും ഒരുമിച്ച് ചേർന്ന് എടുത്തുകൊണ്ട് ശ്രീമാൻ നരേന്ദ്രമോദി വിശ്വസിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ താമര ചിഹ്നത്തിൽ നിങ്ങൾ വോട്ടുകൾ സന്നിവേശിപ്പിച്ചു. ഞാൻ ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ മത്സരിച്ച ആളാണ്. അവിടെ എന്തുണ്ടായിന്നറിയോ? അവിടെ കണ്ടല്ലൂർ പഞ്ചായത്ത് കോൺഗ്രസിന്റെ പഞ്ചായത്തായിരുന്നു. അവിടെ 1ാം സ്ഥാനം ഭാരതീയ ജനതാ പാർട്ടിക്ക് അവർ നൽകി. അപ്പൊ കോൺഗ്രസിന്റെ ചിഹ്നത്തിൽ ചെയ്യുന്നവരും നമുക്ക് വോട്ട് നൽകി. കരുവാറ്റ പഞ്ചായത്ത് ഇടതുപക്ഷത്തിന്റെ പഞ്ചായത്താണ്, അവരും നമുക്ക് വോട്ട് ചെയ്തു. നമ്മൾ അവിടെയും 1ാം സ്ഥാനത്ത് വന്നു. ദേവികുളങ്ങര, ചെട്ടിക്കുളങ്ങര തുടങ്ങി വിവിധങ്ങളായിട്ടുള്ള പ്രദേശങ്ങൾ, ഹരിപ്പാട് നിയോജകമണ്ഡലത്തിലും കായംകുളം നിയോജകമണ്ഡലത്തിലും നമ്മൾ നെക്ക് ആൻഡ് നെക്ക് ഫൈറ്റ് കൊടുത്തു. എന്റെ കാര്യം ഞാൻ പറയുന്നത് എന്തിനാണെന്ന് അറിയുമോ? അത് ഇടതുപക്ഷത്തിന്റെ കോട്ടയായിരുന്നു. കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ തലമുതിർന്ന നേതാക്കന്മാരെല്ലാം തന്നെ ജയിച്ചു വന്ന, അവരുടെ പുന്നപ്രയും വയലാറും നിലനിൽക്കുന്ന ആലപ്പുഴയിൽ നമ്മുടെ വോട്ട് ഡബിൾ ആക്കി തരാൻ ജനങ്ങൾക്ക് സാധിച്ചു. എന്നാൽ വിജയിപ്പിക്കാൻ അവർക്ക് സാധിച്ചില്ല. എന്താ കാരണം? അത് മാരാരിക്കുളത്ത്, മുഹമ്മയില്, അതുപോലെ തന്നെ അരൂരില്, ചേർത്തലയിലൊക്കെ ഈ പറഞ്ഞ പോലെയുള്ള ക്രോസ് വോട്ടിംഗ് ചെയ്ത് അവരുടേതായിട്ടുള്ള ആ പരീക്ഷണങ്ങളിലൂടെ അവർ മുന്നോട്ട് പോയി. അപ്പോ എന്നെ ഒരു ഇന്റർവ്യൂ ഒരു ചെറുപ്പക്കാരൻ ചെയ്തു. അയാൾ ഒരു പ്രത്യേക മാധ്യമത്തിന്റെ ആളൊന്നുമല്ല, മനോരമ, മാതൃഭൂമി അല്ലെങ്കിൽ അതുപോലെയുള്ള വലിയ മാധ്യമങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളല്ല. അയാൾ ഒരു ബ്ലോഗറാണ്, യാത്ര ചെയ്യുന്ന ഒരു സഞ്ചാരിയാണ്. ആ സഞ്ചാരി എന്നോടൊരു ചോദ്യം, അതിപ്പോ ഇന്റർവ്യൂ പുറത്തു വരും, എന്നോടൊരു ചോദ്യം ചോദിച്ചു, നിങ്ങൾക്ക് തോറ്റതില് ദുഃഖമില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ 9 തവണ തെരഞ്ഞെടുപ്പിൽ തോറ്റ ആളാണ്. പക്ഷെ 9 തവണയും വോട്ട് ഇരട്ടിയാക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ എനിക്ക് വോട്ട് നൽകിയതാണ്. ജനങ്ങൾക്ക് അത്രയല്ലേ പറ്റൂ. അപ്പൊ കേരളത്തിലെ ജനങ്ങൾക്കാണ് എന്തായത്? നിർഭാഗ്യമുണ്ടായത്. ഞാൻ ജയിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഒട്ടനവധി കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നു എന്ന് ഞാൻ മറുപടി പറഞ്ഞതുപോലെ ഈ പഞ്ചായത്തിലെ പരാജയപ്പെട്ടു പോയ കുറെ ആളുകളുണ്ട്. അവരെന്ത് ചെയ്യണം? പഞ്ചായത്തിന്റെ യോഗം വിളിക്കണം. ഷിബു ഉൾപ്പെടെയുള്ള ആളുകൾ അതിന് നേതൃത്വം കൊടുക്കണം. ആ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളെ വിളിച്ചിരുത്തി ഒരു വിപുലമായിട്ടുള്ള ഒരു യോഗം നിങ്ങൾ വിളിക്കണം. ഞാൻ വീണ്ടും വരാം, ആ മുഴുവൻ ആളുകളെയും കാണാം. നമ്മുടെ സഹപ്രവർത്തകരോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. ഇവിടെ 100 മേനി വിളയണം. അതാണ്. അതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമോ ആ കാര്യങ്ങളെല്ലാം തന്നെ ജനസഭ വിളിച്ചു ചേർത്തുകൊണ്ട് ചെയ്യാൻ അരവിന്ദന് സാധിക്കട്ടെ എന്ന് ആശംസിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. എനിക്ക് സൗണ്ട് ഇല്ല, അപ്പോ മൈക്കില്ലാതെ പ്രസംഗിക്കാൻ പറ്റില്ല. എന്റെ പണി എന്ന് പറയുന്നത് ഇത് ഈ പ്രസംഗം തന്നെയാണ്. കഴിഞ്ഞ 10-30 കൊല്ലമായിട്ട് ഇത് തന്നെയാണ് പരിപാടി. 2000 പേർക്ക് ഞാൻ വിജയിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ വേണമെങ്കിൽ എനിക്കൊരു ലിംക റെക്കോർഡോ ഗിന്നസ് റെക്കോർഡൊക്കെ തരേണ്ടതാണ്. കാരണം ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന ജനറൽ സെക്രട്ടറി മത്സരിക്കുന്ന, പ്രാദേശിക തലത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് 2000 റെക്കോർഡ് ഉണ്ടാക്കാൻ ചെറിയ പണിയാണോ? അത് പറയാണ്, ഇന്ന വാർഡിൽ ഇന്ന പഞ്ചായത്തിൽ ഇന്ന വാർഡിൽ മത്സരിക്കുന്ന നമ്മുടെ ഇന്ന ആളെ നിങ്ങൾ വിജയിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇതെല്ലാം എന്റെ പ്രസംഗങ്ങളും പണികളുടെ ഇടയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ശബ്ദം അതുകൊണ്ട് വലിയൊരു പ്രസംഗത്തിന് പാകമല്ല. പിന്നെ റോഡിൽ എപ്പോഴെങ്കിലും ഒരു മൈക്ക് തന്നാൽ, ഇത് താമരയ്ക്ക് വോട്ട് ചെയ്തവര് കേൾക്കാനല്ല ഈ പ്രസംഗം. നമ്മൾ എവിടെയാണ് ശരിക്കും പ്രസംഗിക്കേണ്ടത് റോഡിലാണ്. എന്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചു? എന്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിക്ക് തിരുവനന്തപുരം പിടിക്കാൻ സാധിച്ചു? തിരുവനന്തപുരത്ത് ഒരു സുപ്രഭാതത്തിൽ പിടിച്ചതല്ല, ആണോ? തിരുവനന്തപുരത്ത് ഒ രാജഗോപാൽജി മത്സരിച്ച സമയത്ത് വെറും 14,000 വോട്ടിന് തോറ്റ സ്ഥലമാണ്. അപ്പൊ നമ്മൾ ഗ്രാജുവലി വളർന്ന് തിരുവനന്തപുരത്ത് 35 സീറ്റുമായിട്ട് നിൽക്കുമ്പോ അവിടെ നിന്നാണ് നമ്മൾ ഈ വിജയത്തിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ സംഘടന എന്ന് പറയുന്നത് കാലാകാലമായി പ്രവർത്തിച്ചു മുന്നോട്ട് പോയി. അതിന് എന്തുണ്ടായി? എന്നെ പോലെ തോറ്റിട്ടും ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ ഇതിൽ തന്നെ നിൽക്കുന്ന ഒരുപാട് ആളുകൾ, അല്ലെ? അങ്ങനെ കുറെ ആളുകളുടെ കൂട്ടം ഈ പ്രസ്ഥാനത്തിൽ നിങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് നമ്മുടെ പ്രസ്ഥാനം ഇത്ര കണ്ട് വിജയത്തിലേക്ക് എത്തുന്നത്. അതിന് എല്ലാവരുടെയും അനുഗ്രഹം ഈ വാർഡിൽ ഉണ്ടാകണം എന്ന് സൂചന നൽകാനും നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിനും നിങ്ങളുടെ കൂടെ നിൽക്കാനും ഈ വിജയത്തില് പങ്കാളിത്തം വഹിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചതിന് ഞാൻ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കാനും, സത്യപ്രതിജ്ഞ ദിവസം വരാൻ സാധിക്കാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇവിടെ വരാൻ കാരണം. അപ്പോ പഞ്ചായത്ത് പിടിച്ച ആൾക്കാർക്ക് ഞാനൊരു വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പള്ളിപ്പുറം പഞ്ചായത്ത് പിടിച്ചാൽ നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ
തീരുമാനിച്ച ആൾ ഉൾപ്പെടെ എല്ലാ ജയിച്ച മെമ്പർമാരും നടന്നു പോകുമ്പോൾ നിങ്ങളുടെ കൂടെ ഞാൻ നടന്ന് കൂടെ ഉണ്ടാവുമെന്ന് പറഞ്ഞ ആ വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മറ്റന്നാള് ആലപ്പുഴയിലെ പള്ളിപ്പുറത്തേക്ക് പോകുന്നത്. അവിടെ 5 പഞ്ചായത്ത് നമ്മൾ പിടിച്ചു, തിരുവനന്തപുരത്ത് 6 പഞ്ചായത്ത് പിടിച്ചു. അപ്പൊ ആ ഒരു അങ്ങനെ ആയിരിക്കണം നമ്മുടെ മുന്നേറ്റം. എന്താണ്? തിരുവനന്തപുരത്ത് ശ്രീമാൻ വി മുരളീധരൻ, ശ്രീ കെ സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർജി ഉൾപ്പെടെയുള്ള കരമന ജയൻ, ശിവൻകുട്ടി ചേട്ടൻ, അങ്ങനെയുള്ള ഒരു ടീം അവര് ചേർന്ന് തിരുവനന്തപുരത്ത് 6 പഞ്ചായത്ത് പിടിച്ചു, ഒരു കോർപ്പറേഷൻ പിടിച്ചു. അപ്പൊ ഞാൻ ആലപ്പുഴയിൽ പറഞ്ഞു, പത്തനംതിട്ടയിലും കോട്ടയത്തും കൊല്ലം എനിക്ക് മുനിസിപ്പാലിറ്റിയിൽ ചാർജ് ഉണ്ടായിരുന്നു. കൊല്ലത്തെ 6 സീറ്റ് ഞങ്ങൾ 13 സീറ്റാക്കി മാറ്റി. അതുപോലെ ഞങ്ങൾ കായംകുളത്ത് അവിടെയും മുന്നേറി. കായംകുളം വലിയ രീതിയിൽ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു, അവിടെയും സീറ്റ് അധികമായി. ഹരിപ്പാട് സീറ്റ് അധികമായി. അവിടെ ഹരിപ്പാട് നിയോജകമണ്ഡലത്തിൽ ഞങ്ങൾ ഒരു പഞ്ചായത്ത് പിടിച്ചു. ആലപ്പുഴ ജില്ലയിൽ 5 പഞ്ചായത്ത് പിടിച്ചു. അപ്പൊ എന്താ മത്സരം? തിരുവനന്തപുരത്ത് 6 പിടിച്ചപ്പോ ആലപ്പുഴയിൽ ഞങ്ങൾ 5 പഞ്ചായത്ത് പ്രസിഡന്റുമാരെ സൃഷ്ടിക്കാൻ നമ്മുടെ പ്രവർത്തനം കൊണ്ട് സാധിച്ചു എന്ന് പറഞ്ഞാൽ അത് മതിയോ? അത് പോരാ. ഇനിയും അടുത്ത തെരഞ്ഞെടുപ്പില് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 40 സ്ഥലത്ത് 30,000-ൽ കൂടുതൽ വോട്ടും വാങ്ങിയിട്ട് നമ്മുടെ ആളുകൾ നിൽക്കുകയാണ്. 40 MLA-മാരെ സൃഷ്ടിച്ചാൽ എന്താ കഥ കേരളത്തിൽ? അതിനുള്ള ഒരു ഭഗീരഥ പ്രയത്നത്തിന്റെ ഭാഗമായിട്ട് ഈ പാലക്കാടിലെ സ്നേഹനിധികളായിട്ടുള്ള ജനങ്ങളും ആശീർവദിക്കണം, അനുഗ്രഹിക്കണം എന്ന് പറയാൻ കൂടിയിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. ഇവിടെ എല്ലാവരെയും കണ്ടതിൽ ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് എല്ലാവരും അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.